മാത്യു സാറ് കാക്കച്ചയെ കെട്ടുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. സരസ്വതി അങ്ങനെ അടിച്ചെടുത്തതാണ്. അവര് ഒരു അനാഥാലയത്തിലെ നേഴ്സായിരുന്നു. മാത്യു സാറ് അവരുടെ സൗന്ദര്യം കണ്ട് മയങ്ങിപ്പോയി. യേശുദാസൻ സരസ്വതി മാത്യുവിന്റെ മകനാണ്. പിന്നെ അയാൾ അവരെ എതിർക്കുന്നതിന് അയാളോട് പറഞ്ഞിരിക്കുന്നത് വളർത്തു മകനെന്നാണ്. അയാൾ നേരും നെറിയുള്ളവനായതുകൊണ്ട് തൊഴിലാളിയുടെ കൂടെ നിൽക്കുന്നു. ആട്ടെ, മുത്തപ്പനെ കൊല്ലിച്ചത് ആരാ? നിന്നെ ശവപ്പറമ്പിലേക്ക് പറഞ്ഞു വിട്ടത്. നിന്നെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അല്ല, സരസ്വതി മാത്യു. കൊന്നത് മേനോ സാറും ഒക്കെ കൂടെ തന്നെ. കൊല്ലിച്ചത് അവരാണ്. എന്തിനാണെന്നോ? മാത്യു സാറിനെ കൊന്നത് മുത്തപ്പനാണെന്ന് വരുത്താൻ. ഈ കെട്ടുകഥകളൊന്നും എനിക്ക് കേൾക്കണ്ട. പറഞ്ഞത് മതി. സാറേ, ഞാൻ അവരുടെ ഡ്രൈവറുടെ ഭാര്യയാ. അറിയാം. ഗോമുവിനെ വിചാരിച്ചെങ്കിലും സാർ അവിടുന്ന് രക്ഷപ്പെടണം. അത് ഞാൻ തീരുമാനിച്ചോളാം. മാത്യു സാറിനെ കൊന്നത് ആരാണെന്നറിയാമോ? എന്റെ ഭർത്താവ് പാപ്പുക്കുട്ടി വിഷം കൊടുത്തു കൊന്നു. സരസ്വതി കൊച്ചമ്മ വിഷം ചേർത്ത് കൊടുത്തു. എന്നെയും എന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ വേണ്ടി പപ്പുണ്ണിച്ചേട്ടൻ അതേക്കാമെന്ന് പറഞ്ഞു. പപ്പുണ്ണി ഇവിടെ ഉണ്ടോ? ഇല്ല. അച്ഛൻ ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അതാ ഞാൻ വന്നത്. ഞാൻ ഗോമുവിനെ കൂടെ കാണാനാ വന്നത്. എന്റെ പേര് അച്ഛൻ പറഞ്ഞാണോ? അല്ലാതെ തന്നെ അറിയാം. നിന്റെ അച്ഛനും ഞാനും തമ്മിൽ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഭാവിയിൽ അച്ഛനെ വിട്ട് എന്റെ കൂടെ താമസിക്കുന്നതാണ് ഗോമു. ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കില്ല, നിശ്ചയം. നീ തെറ്റിദ്ധരിക്കരുത്. അച്ഛൻ വന്നിട്ട് ഞാൻ എല്ലാം പറയാം. വളരെ കാലം കാത്തിരുന്നിട്ടാണ് ഗോമുവിനെ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ആഹാ, യേശുദാസനോ? ഗോമു, നിന്നെ കാണാൻ വന്ന ആളിനോട് ഇരിക്കാൻ പറയുന്നത്? യേശുദാസ് ഇരിക്കും. ശങ്കരൻകുട്ടി പറഞ്ഞാലും മതി. എപ്പോ വന്നു? ഇന്ന് രാവിലെ വന്നു. വീട്ടിൽ പോകാൻ വന്നതായിരിക്കും. ഗോമുവിനെ കാണാൻ വന്നതാണ്. നിങ്ങളുടെ മലനാട്ടിലേക്ക് ഇനി വരണമോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ? അവിടെ ചൂട് കൂടുതലാണ്, തണുപ്പും കൂടുതലാണ്. രണ്ടും ദോഷമാണ്. ശങ്കരൻകുട്ടി ജോലി വേണ്ടെന്ന് വെച്ചാൽ തോറ്റെന്ന് മറ്റുള്ളവർ പറയും. ഹൃദയശുദ്ധി ഇല്ലാത്തവർ ഞാൻ ജയിച്ചെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്കിഷ്ടമില്ല. സരസ്വതി മാത്യുവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ അവർ നല്ല സ്ത്രീയാണ്. എനിക്കും അങ്ങനെ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സരസ്വതി മാത്യുവാണ് മാത്യുവിന് വിഷം കുടിപ്പിച്ചെന്ന് കേട്ടിട്ട് വരികയാണ്. എന്നാൽ എന്നെ വിശ്വസിക്കൂ, അവരത് ചെയ്തിട്ടില്ല. അവരെ നിങ്ങൾ നീതീകരിക്കും. നിങ്ങളുടെ അമ്മയല്ലേ? അവരെന്റെ അമ്മയാണ്. പക്ഷെ എന്നെ പ്രസവിച്ചത് അവരല്ല. അതിനുള്ള പ്രായം പോലും അവർക്കില്ല. അനാഥാലയത്തിൽ എന്നെ എടുത്തു വളർത്തിയ എന്റെ അമ്മയാണ് സരസ്വതി മാത്യു. ഞാനും ഗോമുവും അനാഥാലയത്തിൽ ഒരുമിച്ച് വളർന്ന കുട്ടികളാണ്. അവൾ ഗോമുവായി ഇങ്ങോട്ട് പോന്നു. ഞാൻ യേശുദാസനായി മലയിൽ ജീവിച്ചു. കൂടുതൽ പറയാനുള്ളത് മറ്റൊരവസരത്തിൽ. ഞാൻ പോകുന്നു ശങ്കരൻ. സത്യം കണ്ടെത്താൻ നിങ്ങളുടെ സഹായവും വേണ്ടി. കഴിയുമെങ്കിൽ എസ്റ്റേറ്റിലേക്ക് വരും. എന്ത് രസം! പെണ്ണുങ്ങൾ കരയുമ്പോഴാണ് ഭംഗി. വന്നിട്ട് പോയി ആൾ പറഞ്ഞത് ചേട്ടൻ കേട്ടില്ലേ? പിന്നെ അത് പലരും പറഞ്ഞ മുഴുവനും കേട്ടു. എന്നെ പറ്റി ഞാൻ അനാഥാലയത്തിൽ വളർന്നതാണെന്ന്. ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇനി എന്റെ പെണ്ണിനെ പറ്റി അവകാശം പറയാൻ മറ്റാരുമില്ല.
എന്താ? രാവിലെ സാറിനെ വിളിക്കാൻ കാർ അയച്ച വിവരം ഞങ്ങൾ അറിഞ്ഞു. കാറിൽ സാറ് തന്നെ വിചാരിച്ചു തന്നെയാണ് വണ്ടി നിർത്തിയത്. എന്താ കാര്യം? வர்ற வழியில 2-3 லாரி நிக்கிறத பாத்திருப்பீங்களே. பார்த்தேன். എല്ലാ തോട്ടങ്ങളിലും സമരം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ സമരം പൊളിക്കാൻ മുതലാളിമാർ ഗുണ്ടകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിവിടെ പതിവാണ് സാറേ. പക്ഷേ ഞങ്ങളത് കരുതി തന്നെയാണ്. സാറ് നല്ലവനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. സാർ ഇതിനൊന്നും കൂട്ടി നിൽക്കരുത്. ശരി, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. വിഷം ചേർത്തതൊന്നല്ല, കുടിക്കാം. ജോസ്, നീ എന്തിനാ കരയുന്നേ? സാറ് പോയത് പിന്നീട് കൊച്ചമ്മ ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ മാനേജരായിരുന്നവർ ആരും തന്നെ ഇന്നുവരെ എന്റെ സ്വകാര്യ മുറിയിൽ കയറിയിട്ടില്ല. ക്ഷമിക്കണം. ശങ്കരൻകുട്ടി, ശങ്കരൻകുട്ടിക്ക് സരസ്വതി മേത്തിന്റെ മുറിയിൽ ഏത് സമയത്തും പ്രവേശിക്കാം. അത്തരത്തിലുള്ള ഹൃദയബന്ധമൊന്നും നമ്മൾ തമ്മിലില്ല. ഉണ്ട്, എനിക്കുണ്ട്, ശങ്കരൻകുട്ടിക്കും ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കാറയച്ചപ്പോൾ വരുമായിരുന്നില്ല. ആ സെറ്റിയിലിരിക്കൂ. ചായ കുടിക്കൂ. വിഷം ചേർത്തിട്ടില്ലെന്ന് ഉറപ്പാണ്? ആ സ്ത്രീകൾ ശങ്കരൻകുട്ടിയോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഒറ്റ വാചകത്തിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി. ആഹാരം കഴിക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് വേണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആഹാരം കഴിക്കാറുള്ളത്. ഇപ്പോഴെന്ത് തോന്നുന്നു? ആഹാരം കഴിക്കണമെന്ന്. ആരോ വന്നിട്ടുണ്ട്.